രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തത് സ്ഥിരീകരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉയരുന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നും പരാതി ലഭിക്കാത്തതിനാൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളുടെ മറ്റ് ചോദ്യങ്ങളിൽ നിന്ന് സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, പരാതി ലഭിച്ചില്ല, അതുകൊണ്ട് നടപടിയില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ സണ്ണി ജോസഫ് കാര്യങ്ങൾ വിശദീകരിച്ചത്. തീർച്ചയായും നമുക്കറിയാം, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ. അതും വെറും ആരോപണങ്ങളല്ല, അയാളുടെ ചൂഷണത്തിനിരയായ നിരവധി സ്ത്രീകളാണ് പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. എന്നാൽ ഇതിനെതിരെ പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ന്യായീകരിക്കുന്നത്. ആരോപണങ്ങളെ ഗൗരവമായി കാണുന്നു എന്ന് പറയുമ്പോൾ പോലും, പരാതി വന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചു എന്ന് പറയുമ്പോൾ പോലും ശക്തമായ ഒരു നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാതൃകാപരമാണ് എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. എന്നാൽ MLA സ്ഥാനം എന്തുകൊണ്ട് രാജിവെക്കാൻ തയ്യാറാകുന്നില്ല എന്നതിന് കൃത്യമായ മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മാത്രമല്ല, രാജി എന്ന ആവശ്യത്തിൽ യുക്തിയില്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ആർക്കും പരാതി ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കേസും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കുക എന്നൊരു ചോദ്യമാണ് സണ്ണി ജോസഫ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ളവർക്ക് അത്തരം രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായി അവകാശമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കവും ഇല്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. സസ്പെൻഷൻ കോൺഗ്രസ് പാർട്ടി ഒരേ സ്വരത്തിലെടുത്ത തീരുമാനമാണ്. നിയമസഭാ കക്ഷി സ്ഥാനവും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും രാഹുലിനെ പൂർണ്ണമായും നേതൃത്വം കൈയൊഴിയുന്നില്ല എന്ന് തന്നെയാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും നേതൃത്വം കൈയൊഴിയുന്നില്ല. നിലവിൽ MLA കസേരയിൽ നിന്ന് രാജി വേണ്ട, അതിന് പരാതി ലഭിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം വന്നത്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം.